മക്കൾസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കെമിസ്ട്രിയിലെ 7 ചാപ്റ്ററൊന്നും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിച്ചു പോകേണ്ടുന്ന ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യനുകൾ ഇതാ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരാണ്. നിർബന്ധമായിട്ടും ഒന്ന് ചെയ്ത് പഠിച്ചു പോയിക്കോ. ആ കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എക്സാമിന് വരും. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് സന്തോഷത്തോടെ എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്ത് പോയിക്കോ. ഇതെല്ലാം കിട്ടുന്നില്ലേ എന്ന് നോക്കിക്കോ. അപ്പൊ ഞാൻ ഓരോ ചാപ്റ്ററിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ വേഗം നിങ്ങൾക്ക് ചെയ്തു തരാൻ പോവാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഓറും മിനറലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. വെരി സിമ്പിൾ ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് പഠിക്കുന്നതോടുകൂടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ആ ടോപ്പിക്ക് മൊത്തം പഠിച്ചെടുക്കുകയാണ്. സോ മക്കളെ, ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ദി ഇമ്പ്യൂരിറ്റീസ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കോ. ഓറിന് ഹെവിയർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിത് പിന്നെ എന്താണ് ചെയ്യുക, കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഇമ്പ്യൂരിറ്റിനെ കളയുന്ന സമയത്ത് ഓറ് ഹെവിയർ ആയതുകൊണ്ട് തന്നെ ഓറ് താഴെ അടിഞ്ഞു കൂടും. സോ ഓർ അടിഞ്ഞു കൂടുകയും ഇമ്പ്യൂരിറ്റി കനം കുറവായതുകൊണ്ട് ഒലിച്ചു പോവുകയും ചെയ്യും. സോ ഓർ അഥവാ നിങ്ങളുടെ അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതലാവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വെള്ളം കൊണ്ട് കഴുകണം. കാരണം വെള്ളം കൊണ്ട് കഴുകുമ്പോൾ വെള്ളത്തിന്റെ കൂടെ കനമില്ലാത്ത ഇമ്പ്യൂരിറ്റി പോവുകയും കനം കൂടിയ ഓറ് താഴ്ത്തു നിൽക്കുകയും ചെയ്യും. സോ ഓറിന് കനം കൂടുതലാന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോണ്ടു അത് ലെവിഗേഷൻ ആണ്. ലെവിഗേഷന്റെ മറ്റൊരു പേരാണ് പിന്നെ എന്താണ് പറയാ, ഹൈഡ്രോളിക് വാഷിംഗ്. സോ ലെവിഗേഷൻ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് മലയാളത്തിൽ പറയും. സോ അയിരിന് സാന്ദ്രത കൂടുതലാണ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഓക്കെ, റെഡി. 2, ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ. ഇനി ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഓർ പാർട്ടിക്കിൾ ഇങ്ങനെ മുകളിലേക്ക് വന്ന് അടിഞ്ഞുകൂടണം. മുകളിലേക്ക് വന്ന് അടിഞ്ഞുകൂടണമെങ്കിൽ പതയുടെ കൂടെ വരണം. പത വരുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ പത തന്നെയാണ്. സോ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് അതിൻ്റെത്, മറക്കരുത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പ്ലവന പ്രക്രിയ മറക്കരുത് കേട്ടോ. ആ ടോപ്പിക്കും ഒന്ന് സെറ്റ് ആക്കി പോയിക്കോ. 3-മത്തത് മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ. അത് സെറ്റാണ്. ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, മാഗ്നറ്റിക് നേച്ചർ ഓറിനോ ഇമ്പ്യൂരിറ്റിക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷന്റെ മലയാളം കാന്തിക വിഭജനം. ലീച്ചിങ് ഇവിടെ എഴുതാനില്ല. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യലാണ് ലീച്ചിങ്. നിങ്ങളുടെ ഓർ എടുത്തിട്ട് ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ, അനുയോജ്യമായ ലായനിയിൽ ലായകത്തിൽ ചേർക്കുക എന്നുള്ളതാണ് പോയിന്റ്. സോ മക്കളെ, എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? എക്സ് എന്ന് പറയുന്നത് ആറിലോട്ടാണ്. എക്സ് എന്ന് പറയുന്നത് ആറിലോട്ടാണ്. വൈ എന്ന് പറയുന്നത് പിയിലോട്ടാണ്. അത് കിട്ടിയാൽ തന്നെ ആൻസർ കിട്ടും കേട്ടോ. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ആ ഭാഗം സെറ്റ് ആയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് വീണ്ടും അതേ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കലാമിൻ ആൻഡ് സിങ്ക് ബ്ലെൻഡ് ആർ ദി ഓർസ് ഓഫ് സിങ്ക്. സിങ്കിന്റെ 2 ഓറുകളാണ്, ഒന്ന് കലാമിനും ഒന്ന് സിങ്ക് ബ്ലെൻഡും. ഓക്കെ, വിച്ച് ഓഫ് ദം ക്യാൻ ബി കൺവേർട്ടഡ് ടു സിങ്ക് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ. ഇവിടെ ട്രിക്ക് പറഞ്ഞുതരാം. കാൽസിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കാൽസിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർബണേറ്റുകൾക്കാണെന്ന് ആലോചിക്കുക. കാൽസിനേഷൻ എന്ന് പറയുന്നത് കാർബണേറ്റുകൾക്കാണ് ഒന്ന് മെയിൻ ആയിട്ട്, പിന്നെ ഓക്സൈഡുകൾക്കും. സോ കാർബണേറ്റുകൾക്കും ഓക്സൈഡുകൾക്കുമാണ് കാൽസിനേഷൻ ഉള്ളത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ്, കലാമിൻ എന്ന് പറയുന്നതിലും ഉണ്ട്. അത് കാൽസിനേഷൻ തന്നെയാണ്. അങ്ങനെ ഒരു ട്രിക്കും കൂടെ ഉണ്ട് കേട്ടോ. കലാമിനും ഉണ്ട്, കാൽസിനേഷനിലും ഉണ്ട്. അഥവാ കലാമിൻ എന്നുള്ള എൻ്റെ പിന്നെ ഫോർമുല എന്ന് പറയുന്നത് സിങ്കിന്റെ കാർബണേറ്റ് ആണ്. സോ കലാമിൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബണേറ്റ് ആണ്. കാർബണേറ്റുകൾക്ക് ചെയ്യുക കാൽസിനേഷൻ ആണ്. സോ കലാമിനാണ് നമ്മുടെ which of them can be converted to zinc oxide by calcination? Calamine is the right answer. അപ്പൊ സിങ്ക് ബ്ലെൻഡ് എന്താ സാറേ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്കും ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ അതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പേരാകുമ്പോൾ അതിൽ സൾഫർ ആണ് വരിക. സോ സിങ്ക് സൾഫൈഡ് ആണ്. സോ സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല ZnS ആണ്. Then write the equation of this process. ഏത് പ്രോസസ്സിന്? സിങ്ക് കാർബണേറ്റിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിന് ഇക്വേഷൻ എഴുതുക. അഥവാ വെരി സിമ്പിൾ ആയിട്ട് പറയാം, അഥവാ കാൽസിനേഷൻ ഒരു എക്സാമ്പിൾ എഴുതുക എന്നാണ് ചോദ്യം. സോ ZnCO3 എന്ന് പറയുന്നത് നിങ്ങളുടെ കാർബണേറ്റ് അഥവാ നിങ്ങളുടെ കലാമിൻ എന്ന് പറയുന്ന സാധനത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. ഓക്സിജന്റെ ആബ്സെൻസിലാണ്. സോ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ കാലി മീൻസ് കാലി ഒന്നുമില്ല, ഓക്സിജൻ ഒന്നും ഇല്ല എന്നാലോചിക്കുക. അപ്പൊ ചൂടാക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ്. സോ ഓക്സിജന്റെ ആബ്സെൻസിൽ ചൂടാക്കുന്ന സമയത്ത് സിങ്ക് കാർബണേറ്റിനെ ചൂടാക്കുമ്പോൾ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? അപ്പൊ CO2 എന്തായാലും പുറത്തു വരും. സോ ഇവിടെ ബാക്കിയാരാ? ഇവിടുന്ന് CO3 CO2 പുറത്തു വന്ന ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്, സിങ്കും ബാക്കിയുണ്ട്. സിങ്ക് ഓക്സൈഡ് ആവും. അങ്ങനെ സിങ്കിന്റെ ഓക്സൈഡ് ആവും. സോ കാർബണേറ്റിനെ നിങ്ങൾ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റിയ റിയാക്ഷന്റെ ഏറ്റവും സിമ്പിൾ ആൻഡ് ഹംബിൾ ഇക്വേഷൻ ആണ് ഈ എഴുതിയത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. Then which is the reducing agent used to produce aluminium? അലൂമിനിയം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? അഥവാ അലൂമിനിയത്തിന് റിഡക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ്. അലൂമിനിയം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആയ ആളുകൾക്കെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇലക്ട്രിസിറ്റി ആണ്.
ഇലക്ട്രിസിറ്റി ആണ്. സോ മക്കളെ, വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അലൂമിനിയം. അലൂമിനിയം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ്, സാധാരണ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്, വൈദ്യുത വിശ്ലേഷണം വഴിയുണ്ട്. സോ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇവിടെ എഴുതി വെക്കാം. രണ്ടാമത്തത്, വൈ ഈസ് ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന ഡ്യൂറിംഗ് ദി പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം. അലുമിനിയം ഉണ്ടാക്കുന്ന സമയത്ത് എന്തിനാണ് ക്രയോലൈറ്റിന്റെ ആവശ്യം? ക്രയോലൈറ്റ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, they decrease the melting point of aluminum. So melting point കുറക്കുന്നു, decreasing melting point, ദ്രവണാങ്കം കുറക്കുന്നു. രണ്ട്, they increase conductivity, thermal conductivity കൂട്ടുന്നു. So increase conductivity, ചാലകത വർദ്ധിപ്പിക്കുന്നു. So പെട്ടെന്ന് കറണ്ട് കടത്തിവിടാൻ പറ്റുന്നു. So പെട്ടെന്ന് കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് വർദ്ധിക്കുന്നു, മെൽറ്റിംഗ് പോയിന്റ് കുറക്കുന്നു, അപ്പൊ പെട്ടെന്ന് ഉരുകുന്നു. സോ മക്കളെ, എങ്ങനെയാണ് കാൽസിനേഷൻ വഴി സിങ്ക് ഓക്സൈഡ് ഉണ്ടാക്കുക എന്നുള്ള ആൻസർ പറഞ്ഞു. ഈ പ്രക്രിയയുടെ സമവാക്യം എഴുതി. അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏത്? റെഡ്യൂസിങ് ഏജന്റിന്റെ മലയാളമാണ് നിരോക്സികാരി. അലുമിനിയത്തിലേക്ക് ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിന്? മക്കൾക്ക് സെറ്റാണ്. അപ്പൊ ആ ഭാഗവും ക്ലിയർ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അയൺ ഈസ് എക്സ്ട്രാക്ടഡ് ഫ്രം ഹേമറ്റൈറ്റ് യൂസിങ് എ ബ്ലാസ്റ്റ് ഫേർണസ്. ഓക്കെ, അതും ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? ഓർത്തു വെച്ചോ, ബ്ലാസ്റ്റ് ഫർണസിൽ ഇരുമ്പിന്റെ റെഡ്യൂസിങ് ഏജന്റ്, അലൂമിനിയത്തിന്റെ റെഡ്യൂസിങ് ഏജന്റ് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇരുമ്പിന്റെ റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ്. ഇരുമ്പിന്റെ റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ്. ഇരുമ്പിന്റെ നിരോക്സികാരി കാർബൺ മോണോക്സൈഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻസ്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോൾ എ എന്ന് പറയുന്നത് CO2 ഉണ്ട്. നമ്മൾ ഇപ്പോൾ എഴുതിയ റിയാക്ഷന്റെ പോലെ തന്നെ കാൽഷ്യം കാർബണേറ്റിന് CO2 പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓക്സിജൻ ബാക്കി, പിന്നെ CAയും ബാക്കി. സോ എ ഈസ് ദ CaO. ദെൻ ഈ CaOയും SiO2 കൂടെ റിയാക്ട് ചെയ്താൽ, CaOയും SiO2 കൂടെ റിയാക്ട് ചെയ്താൽ ഈ CAയും ഈ Siയും പിന്നെ ബാക്കിയുള്ള 3 ഓക്സിജനും കൂടെ ചേർന്ന് CaSiO3 ഉണ്ടാവും. CaSiO3. വാട്ട് എ സിമ്പിൾ ആൻഡ് ഹംബിൾ ഐഡിയ. റെഡി മക്കളെ? ദെൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ഇൻ ദിസ് റിയാക്ഷൻ? അപ്പം റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കി. എന്തിനാണ് എയുടെ ഫംഗ്ഷൻ? എന്താണ് എ എന്ന് പറയുന്ന CaOയുടെ ഫംഗ്ഷൻ? എന്താണ് എ എന്ന് പറയുന്നത്? ഇവിടെ എന്താണ് എ എന്ന് പറയുന്നത്? ഇവിടെ ഫ്ലക്സ് ആണ്. എന്താ SiO2 എന്ന് പറയുന്നത്? ഈ റിയാക്ഷനിൽ എടുത്ത SiO2 എന്ന് പറയുന്നത് സ്ലാഗ് ആണ്, സോറി ഗ്യാങ് ആണ്. സോ അഥവാ അപദ്രവ്യമാണ്. ആ അപദ്രവ്യത്തിനെ ഒഴിവാക്കാൻ, ആ ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ നിങ്ങൾ ചേർത്ത ഫ്ലക്സ് ആണ് CaO. അപ്പം ഫ്ലക്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എയുടെ ഫംഗ്ഷൻ. എയുടെ ഫംഗ്ഷൻ എന്താ? എയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ആയിട്ട് വർക്ക് ചെയ്യുക, അഥവാ ഗ്യാങ് ആയ SiO2നെ കളയാൻ ഫ്ലക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കിട്ടിയ CaSiO3നെ വിളിക്കുന്ന പേര് സ്ലാഗ് എന്നാണ്. അഥവാ ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേർന്ന് കിട്ടിയപ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് സ്ലാഗ്. അപ്പൊ സ്ലാഗ് ആക്കി മാറ്റാൻ, ഗ്യാങ്ങിനെ സ്ലാഗ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ആളാണ് നിങ്ങളുടെ CaO, നിങ്ങൾ ചേർത്ത ഫ്ലക്സ്. അങ്ങനെ സ്ലാഗ് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുകിയിട്ട് പുറത്തു പോയിക്കോളും, നമുക്ക് ആ ഉപദ്രവ്യം കളയാൻ പറ്റും. സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, ഈ എയുടെ ധർമ്മം എന്ന് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടല്ലോ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു. അപ്പോൾ ഓർഗാനിക് റിയാക്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. A propyne molecule is allowed to react with 2 hydrogen molecules. Very simple. Propyne എന്ന് പറയുന്നയാൾ 2 ഹൈഡ്രജൻ മോളിക്യൂൾസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ വെരി സിമ്പിൾ അല്ലേ മക്കളെ? സോ ഒരു പ്രൊപ്പൈൻ തന്മാത്രയെ 2 ഹൈഡ്രജൻ തന്മാത്രകളായിട്ട് പ്രവർത്തിപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ രാസ സമവാക്യം. അപ്പൊ പ്രൊപ്പൈൻ എന്താണെന്ന് അറിയണം. പ്രൊപ്പൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ CH3 C ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്താണെന്ന് എഴുതാൻ അറിയാലോ. അതിലേക്ക് നിങ്ങൾ എന്താ ചേർക്കുന്നത്? 2 മോളിക്യൂൾ ഓഫ് H2 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ട്രിക്ക് എന്തായിരുന്നു? വെരി സിമ്പിൾ ട്രിക്ക് നമ്മുടെ കയ്യിലുണ്ട്. 1 മോൾ H2, 1 H2 ആണ് ചേർക്കുന്നതെങ്കിൽ 1 ബോണ്ട് പൊട്ടും. അങ്ങനെ 1 ബോണ്ട് പൊട്ടിയിട്ട് അപ്പുറത്തും H കയറും. എവിടെയാണ് ബോണ്ട് പൊട്ടിയത്? അപ്പുറത്തും H കയറും. ദെൻ ഇനി നിങ്ങൾ ചേർക്കുന്നതിൽ 2 H ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ബോണ്ടും പൊട്ടും, എന്നിട്ട് അപ്പുറത്തും H കയറും. സിമ്പിൾ ആൻഡ് ഹംബിൾ. സോ ദ ആൻസർ ബികം CH3, ഓക്കെ, CH2, ഓക്കെ, സിംഗിൾ ബോണ്ട് CH3. സെറ്റ്. ഞാൻ എഴുതി നോക്കിയിട്ട് മനസ്സിലാക്കിയ വെരി സിമ്പിൾ ആണ്. CH3, സീന്റെ കൂടെ 2 H കയറി CH2, അടുത്ത സീന്റെ കൂടെ 3 H കയറി CH3. 2 H പുറത്തുനിന്ന് കയറി, ഓൾറെഡി അവിടെ ഉള്ള H CH3. സെറ്റ് അല്ലേ? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രോഡക്റ്റ്. വെരി സിമ്പിൾ. നിങ്ങൾ എടുത്തത് പ്രൊപ്പൈൻ ആണെങ്കിൽ നമുക്ക് കിട്ടിയത് പ്രൊപ്പെയിൻ ആണ്, സിംഗിൾ ബോണ്ട് ആണ് കിട്ടിയത്. സോ IUPAC നെയിം ഈസ് പ്രൊപ്പെയിൻ. Very simple and humble reaction. Next question. CH triple bond CH is an alkyne. Starting from this alkyne, how are the following compounds found? Very good question. CH triple bond CH ൽ നിന്ന് നിങ്ങൾ എങ്ങനെ CH3 ഉണ്ടാക്കും? വെരി സിമ്പിൾ. CH triple bond CH എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെ CH3 ഉണ്ടാക്കും? ഇതിന് സിമ്പിൾ ലോജിക്ക് അറിഞ്ഞാൽ മതി. എന്താണ് ആ ലോജിക്ക്? നോക്ക്, ഇവിടെ 1 H ഉണ്ട്, ഇവിടെ 3 H ഉണ്ട്. അപ്പൊ 2 H ഇവിടേക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്.
ഓക്കെ. ദെൻ ഇവിടെയും ഒരു എച്ച് ഉള്ളൂ, പക്ഷെ ഇവിടെ 3 എച്ച് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു എച്ചിലേക്ക് വീണ്ടും 2 എച്ച് വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ഇവിടെയും 2 എച്ച് വന്നിട്ടുണ്ട്, ഇവിടെയും 2 എച്ച് വന്നിട്ടുണ്ട്. അഥവാ H2 രണ്ട് പ്രാവശ്യം ചേർക്കണം. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതിയ റിയാക്ഷൻ ആണത്, അതേപോലത്തെ റിയാക്ഷൻ ആണത്, 2 H2 ആണ് ചേർക്കേണ്ടത്. സിമ്പിൾ. നിങ്ങൾക്കറിയാം H2 ചേർക്കുന്ന റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് നിക്കൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ എഴുതാത്തതിന്റെ കാരണം ജസ്റ്റ് ഹൗ വിൽ യു എന്താണെന്ന് ചോദിച്ചിരുന്നത്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. നല്ലതാണ്, നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട്. ഓക്കെ, റെഡി. ദെൻ മക്കളെ, CH ട്രിപ്പിൾ ബോണ്ട് CH-ലേക്ക് 2H2 എത്താൽ എന്താ സംഭവിക്കുക? ഒരു ബോണ്ട് പൊട്ടുന്നു, ഒരു എച്ച് അപ്പുറത്തും കയറുന്നു, അടുത്ത ബോണ്ട് പൊട്ടുന്നു, അടുത്ത എച്ച് അപ്പുറത്തും കയറുന്നു. ദെൻ അല്ലേ നമുക്ക് വേണ്ടത്? സോ ദ ആൻസർ ഈസ് സിമ്പിൾ ആൻഡ് ഹംബിൾ. ദെൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ CH ട്രിപ്പിൾ ബോണ്ട് CH-ൽ നിന്ന് CH ട്രിപ്പിൾ ബോണ്ട് CH-ൽ നിന്ന് നിങ്ങൾ എങ്ങനെ CHCl2 ഉണ്ടാക്കും? CHCl2 ഉണ്ടാക്കും. CHCl2 സിംഗിൾ ബോണ്ട് CHCl2. വെരി സിമ്പിൾ. എഗെയിൻ നമുക്ക് ട്രിക്ക് ആലോചിക്കാം. സിമ്പിൾ ട്രിക്കായിട്ട് ആലോചിക്കാം. നോക്ക്, ഇവിടെ CH ആണുള്ളത്, ഇവിടെ CHCl2 ആണ്. അപ്പൊ 2 Cl ഇവിടുന്ന് എക്സ്ട്രാ കയറി. ഇവിടെയും CH ആണുള്ളത്, ഇവിടെ CHCl2 ആണ്. അപ്പൊ 2 Cl എക്സ്ട്രാ കയറി. സോ ഒരു Cl 2 Cl കയറിയാൽ Cl2 കയറി, പിന്നെയും Cl2 കയറി. അപ്പൊ 2 Cl2 ആഡ് ചെയ്താൽ പോരെ? എന്തൊരു എളുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നു. 2 Cl2 ആഡ് ചെയ്യുന്നു. 2 Cl2 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ബോണ്ട് പൊട്ടുന്നു, ഒരു Cl അപ്പുറത്തും കയറുന്നു, അടുത്ത ബോണ്ട് പൊട്ടുന്നു, ഒരു Cl അപ്പുറത്തും കയറുന്നു. സിമ്പിൾ ആയിട്ട് ഹംബിൾ ആയിട്ട് CHCl2 സിംഗിൾ ബോണ്ട് CH. അല്ലെങ്കിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ 2 മോൾ കയറേണ്ടി വരും, 2 മോൾ ആളുകൾ കയറേണ്ടി വരും. സെറ്റ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കുറച്ചും കൂടെ നൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് മക്കളെ? CH2 ഡബിൾ ബോണ്ട് CHCl ആക്കണം. നിങ്ങളുടെ CH ട്രിപ്പിൾ ബോണ്ട് CHന് നിങ്ങൾ എന്താക്കണം? CH2 ഡബിൾ ബോണ്ട് CHCl ആക്കണം. ഡബിൾ ബോണ്ട് മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബോണ്ട് പൊട്ടിയാൽ മതി. നേരത്തെ 2 ബോണ്ട് പൊട്ടണം, ഒരു ബോണ്ട് പൊട്ടിയാൽ മതി. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ ആലോചിക്കാം. ഇവിടെ CH ആണുള്ളത്, ഇവിടെ CH2 ആണുള്ളത്. അപ്പൊ അവിടേക്ക് ഒരു എച്ച് വരണം, ഒരു എച്ച് വരണം. ഇവിടെ CH ആണുള്ളത്, ഇവിടെ ഇവിടെ CH ആണുള്ളത്, ഇവിടെ CHCl ആണ്. അപ്പൊ ഒരു Cl എക്സ്ട്രാ വരണം. അപ്പൊ ഇവിടേക്ക് ഒരു എച്ച് വരണം, ഇവിടേക്ക് ഒരു Cl വരണം. സോ സിമ്പിൾ ആൻഡ് ഹംബിൾ, ഒരു HCl ചേർക്കണം. HCl ചേർക്കുന്നതോടുകൂടി ഒരു ബോണ്ട് പൊട്ടുകയും ഒരു ഭാഗത്തേക്ക് എച്ചും ഒരു ഭാഗത്തേക്ക് Cl കയറും. CH2 CHCl എന്ന് കിട്ടും. ഓ, വെരി സിമ്പിൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രിപ്പയർ PVC? PVC എങ്ങനെ ഉണ്ടാക്കും? നിങ്ങളുടെ CH ട്രിപ്പിൾ ബോണ്ട് CH-ൽ നിന്ന് നിങ്ങൾ എങ്ങനെ പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കും? മക്കളെ, അതിന് വിനൈൽ ക്ലോറൈഡ് എന്താണെന്ന് അറിയണം. വിനൈൽ ക്ലോറൈഡ് ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ റിയാക്ഷൻ ഉണ്ടാക്കിയ ആള്. CH2 ഡബിൾ ബോണ്ട് CHCl എന്നുള്ള ആളാണ് വിനൈൽ ക്ലോറൈഡ്. അപ്പൊ വിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കിയാൽ പിന്നെ അതിനെ പോളിമറൈസ് ചെയ്താൽ നിങ്ങൾക്ക് PVC കിട്ടൂലേ? സോ വെരി സിമ്പിൾ. തൊട്ട് മുമ്പ് എഴുതിയ റിയാക്ഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ? അതിലേക്ക് HCl ചേർത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl. ഇത് വിനൈൽ ക്ലോറൈഡ് ആണ്, VC എന്ന് ഞാൻ വിളിക്കും, വിനൈൽ ക്ലോറൈഡ്. ഈ വിനൈൽ ക്ലോറൈഡിനെ നിങ്ങൾ പോളിമറൈസ് ചെയ്താൽ മതി. CH2 ഡബിൾ ബോണ്ട് CHCl നിങ്ങൾ എന്ത് ചെയ്യുന്നു? പോളിമറൈസ് ചെയ്യുന്നു. N ടൈംസ് എടുക്കുന്നു. N ടൈംസ് എടുത്ത് പോളിമറൈസ് ചെയ്യുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CHCl സിംഗിൾ ബോണ്ട് CHCl എന്നാകുന്നു. ബ്രാക്കറ്റ് കൊടുക്കുന്നു, പോളിമറൈസ് ചെയ്യുന്നു. സിമ്പിൾ ഹംബിൾ. അറിയാലോ ആ N ഒക്കെ എങ്ങനെയാ വന്നതെന്ന് അറിയാലോ. CH2 CHCl N. ഓക്കെ, റെഡി. സോ സിമ്പിൾ. ഒന്നുകൂടി നോക്കി ഒന്ന് പഠിച്ച് ചെയ്തോളൂ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? ഏതാണ് 2 ടൈപ്പ് പോളിമറൈസേഷൻ? ഒന്ന് അഡീഷൻ പോളിമറൈസേഷൻ. റിപ്പീറ്റഡ് ആയിട്ട് മോണോമേഴ്സ് ആഡ് ചെയ്ത് ഒന്ന് വലിയൊരു പോളിമർ ഉണ്ടാവുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ. സോ ഒന്ന് അഡീഷൻ പോളിമറൈസേഷൻ. രണ്ടാമത്തതോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എന്താ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? 2 ഡിഫറൻറ്റ് മോളിക്യൂളുകൾ തമ്മിൽ ആഡ് ചെയ്ത് അതിന് ചെറിയൊരു മോളിക്യൂൾ റിമൂവ് ആയി പോയിട്ട് വലിയ പോളിമർ ഉണ്ടാവുക. രണ്ടെണ്ണം ഇതങ്ങനെ ചേർന്ന് വലിയൊരു മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഇത് ചേരുമ്പോൾ ഒരു H2O വാട്ടർ മോളിക്യൂളൊക്കെ അതിന് റിമൂവ് ആയി പോകും. സോ അതാണ് കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. വാട്ട് ഈസ് എ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്? വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ നമ്മളിപ്പോൾ പറഞ്ഞത് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. റെഡി? PVC. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 6 carbon atoms in a saturated hydrocarbon. There is a methyl group at the second carbon atom. എന്താ പറഞ്ഞത്? ടോട്ടൽ ആ ഹൈഡ്രോകാർബണിൽ 6 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അതിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ടോട്ടൽ 6 എണ്ണാണുള്ളതെങ്കിൽ അതിൽ രണ്ടാമത്തേൽ 1 എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ചെയിനിലാകെ 5 എണ്ണം ഉണ്ടാവുക. ശരിയല്ലേ? ചെയിനിൽ 5 എണ്ണം. അതിൽ രണ്ടാമത്തേൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH3 ഉണ്ട്. റെഡി.
Write the structural formula of this hydrocarbon. Very simple. CH3, CH, CH2, CH2, CH3, CH3. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? Write the structural formula of any possible chain isomer of it and its IUPAC. ഇതിന്റെ ഏതെങ്കിലും ഒരു പോസിബിൾ ചെയിൻ ഐസോമർ. വെരി സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു പോസിബിൾ ഇതിന്റെ ചെയിൻ ഐസോമർ എഴുതണം. ഇതിന്റെ ചെയിൻ ഐസോമർ എഴുതണമെങ്കിൽ ഇപ്പൊ ഉള്ളതിൽ 5 കാർബൺ ആണ് ചെയിനിലുള്ളത്. അത് 4 ആക്കിയാൽ മതി. 4 ആക്കുക. ഇനി 2 എണ്ണത്തിന്റെ കുറവുണ്ട്. ടോട്ടൽ 6 എണ്ണത്തിൽ ഒരു ബ്രാഞ്ച് പാടിയും കൊടുക്കുക. സോ CH3, CH, CH, CH3, CH3, CH3. ഇതിന്റെ IUPAC നെയിം പറയാൻ പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണത്തിന്റെ IUPAC നെയിം നിങ്ങൾക്ക് അറിയാമോ? ഇതിന്റെ IUPAC നെയിം 2-methyl pentane. ഇതിന്റെ പേര് 2,3-dimethyl butane. വെരി സിമ്പിൾ. 2,3-dimethyl butane. 2,3-dimethyl butane. സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റിലേക്ക് പോയാൽ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് മോളിക്കുലർ ഫോർമുല C4H10O ഷോ മെറ്റാമറിസം. C4H10O എന്ന് പറയുന്ന മോളിക്കുലർ ഫോർമുലയുള്ളയാൾ മെറ്റാമറിസം കാണിക്കുന്നു. അങ്ങനെ മെറ്റാമറിസം കാണിക്കുന്നുണ്ടെങ്കിൽ കാർബണിന്റെ എണ്ണം 4ഉം അതിന്റെ ഡബിൾ 8നോട് 2 കൂട്ടിയത് 10ഉം പിന്നെ ഒരു ഓക്സിജനും വന്നാൽ അത് ഈതറോ ആൽക്കഹോളോ ആണ്. ഇത് മെറ്റാമറിസം ആയതുകൊണ്ട് അത് ഈതറാണ്. എന്താണ് ഈതർ നിങ്ങൾക്ക് അറിയാലോ? ഫങ്ഷണൽ ഗ്രൂപ്പായ ഓക്സിജന്റെ അപ്പുറവും ഇപ്പുറവും ചെയിനുകൾ വരിക. ഓക്കെ, വിച്ച് കാറ്റഗറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡു ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്സ് ടു ഈതർ? 2. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് മെറ്റാമേഴ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഓർഗാനിക് സംയുക്തങ്ങളാണ്? അത് നമ്മൾ എഴുതി. ദെൻ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് മെറ്റാമേഴ്സ്. ഇതിന്റെ മെറ്റാമേഴ്സിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. വെരി സിമ്പിൾ. 4 കാർബൺ അല്ലേ ടോട്ടൽ ഉള്ള മെറ്റാമേഴ്സ് എഴുതാൻ. അപ്പൊ 4നെ നമുക്ക് എങ്ങനെയൊക്കെ പിരിച്ചെഴുതാം? 3+1 ആക്കി എഴുതാം, 2+2 ആക്കി എഴുതാം. സോ 3+1 എന്ന് പറയുമ്പോൾ ആദ്യം 3 കാർബൺ, പിന്നെ ഓക്സിജൻ, പിന്നെ 1 കാർബൺ. അതാണ് 3+1, പിന്നെ 1 കാർബൺ. ദെൻ 2+2 എന്ന് പറഞ്ഞാൽ എന്താ? 2 കാർബൺ, പിന്നെ ഓക്സിജൻ, പിന്നെ 2 കാർബൺ. ദെൻ CH3, CH2, CH2 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ മെറ്റാമർ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞത്. അതാണ് ഘടനാവാക്യം. CH3, CH2, CH2, CH3. അപ്പുറത്തും അതേപോലെ എഴുതാം. സിമ്പിൾ ഹമ്പിൾ. ചെയ്ത് ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നർത്ഥമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഥനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെന്റിംഗ് ഡൈല്യൂട്ടഡ് മൊളാസസ് വിത്ത് ഈസ്റ്റ്. എഥനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മൊളാസസിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈസ്റ്റിന്റെ കൂടെ മൊളാസസിനെ ഡൈല്യൂട്ട് ചെയ്യും ബൈ ഫെർമെന്റേഷൻ. ദ എൻസൈം ഇൻവേർട്ടേഴ്സ് ഇൻ ഈസ്റ്റ് കൺവേർട്ട് ദ ഷുഗർ സൊല്യൂഷൻ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അങ്ങനെ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? പഞ്ചസാര ലായനിയെ, പഞ്ചസാര സൊല്യൂഷനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ദെൻ അനദർ എൻസൈം, അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആയിട്ട് മാറി. ദെൻ അടുത്ത എൻസൈമായ സൈമേസ് വന്നിട്ട് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ ആക്കും. ഇങ്ങനെയാണ് എഥനോളിന്റെ പ്രിപ്പറേഷൻ. എങ്കിൽ ഇപ്പൊ നമ്മൾ നീട്ടി വലിച്ച് പറഞ്ഞ സാധനങ്ങൾ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതിയ സാധനങ്ങൾ ഇവിടെ എഴുതി, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയ സാധനം കെമിസ്ട്രിയിലാക്കി എഴുതണം. വെരി സിമ്പിൾ. എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ എടുക്കുന്നത്? ഷുഗർ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. ആരാ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഷുഗർ എന്ന് പറഞ്ഞാൽ സുക്രോസ് C12H22O11. അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ? H2O. ആണ്ടാ, സിമ്പിൾ. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു. അങ്ങനെ ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ട് ഇൻവേർട്ടേഴ്സിന്റെ പ്രസൻസിൽ, അപ്പൊ എൻസൈം ആരാണ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആരാണ്? ഇൻവെർട്ടേഴ്സ്. ഇൻവെർട്ടേഴ്സിന്റെ പ്രസൻസിൽ അത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നു. C6H12O6 പ്ലസ് C6H12O6. ഇതിൽ ഒന്ന് ഗ്ലൂക്കോസ് ആണ്, ഒന്ന് ഫ്രക്ടോസ് ആണ്. റെഡി. ദെൻ അതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും അഥവാ C6H12O6 ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്. C6H12O6 എന്ന് പറയുന്ന അയാളെ സൈമേസ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം എന്ത് ചെയ്യുന്നു? അതിനെ എഥനോൾ ആക്കുന്നു. അപ്പൊ C6H12O6ന് സൈമേസിന്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? എഥനോൾ കിട്ടുന്നു. CH3CH2OH പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു പുറത്തു വരുന്നു. അതാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. സോ C6H12O6 CH3CH2OHഉം CO2 ആയിട്ട് മാറും. റെഡി. ഇവിടെ ബാലൻസ് ചെയ്യണം നിർബന്ധമില്ല. ബാലൻസ് ചെയ്യണമെങ്കിൽ 2CH3 കൊടുത്താൽ മതി. അപ്പോൾ 2 4 രണ്ടോ ഇവിടെ 2CO2 സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്സിജൻ അപ്പോൾ എത്രയായി മക്കളെ? ഓക്സിജൻ 2ഉം 4ഉം 6. കറക്റ്റ് അല്ലേ? 2ഉം 4ഉം 6. യെസ്, കറക്റ്റാണ്. റെഡി മക്കളെ. അപ്പോൾ ഇതാണ് ആ റിയാക്ഷൻ്റെ വെരി സിമ്പിൾ ആയിട്ടാണോ? ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു, ഇൻവെർട്ടേഴ്സിന്റെ പ്രസൻസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും എടുക്കുന്നു. അതിൽ ഏതെങ്കിലും ഗ്ലൂക്കോസോ ഫ്രക്ടോസോ എടുത്തിട്ട് സൈമേസിന്റെ പ്രസൻസിൽ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആൽക്കഹോൾ മാത്രമുള്ള തന്നെയാണ് പവർ ആൽക്കഹോൾ. പിന്നെ എന്താണ് പറയുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുക. പവർ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ
20% നിങ്ങളുടെ അബ്സല്യൂട്ട് ആൽക്കഹോളും 20% അബ്സല്യൂട്ട് ആൽക്കഹോളും ബാക്കി 80% പെട്രോളും കൂടെ ചേർന്നതാണ് നിങ്ങളുടെ പവർ ആൽക്കഹോൾ. റെഡി? അതിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ. അപ്പം പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ 80%, ബാക്കി 20% നിങ്ങളുടെ അബ്സല്യൂട്ട് ആൽക്കഹോളും കൂടെ ചേർന്നാണ് പവർ ആൽക്കഹോൾ. റെഡി? ദെൻ എ സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇൻ CuSO4 സൊല്യൂഷൻ ഫോർ സം ടൈം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് വെച്ചിട്ടുണ്ട്. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഓൺ ദി സർഫസ് ഓഫ് സിങ്ക് റോഡ്? വെരി സിമ്പിൾ ആണ്. കോപ്പറിന്റെ ഇവിടെ വരച്ച കാണൂലല്ലോ, കോപ്പറിന്റെ സൊല്യൂഷനിൽ CuSO4ന്റെ സൊല്യൂഷനിൽ സിങ്കിന്റെ റോഡ് വെച്ചിട്ടുണ്ട്. ഇതിലാർക്കാ റിയാക്ടിവിറ്റി? PSG മാസിൽ ടിന്നിൽ ലഡു തിന്നു, അയ്യോ സൂപ്പർ മെസ്സി ഗോൾ അടിച്ചു എന്നൊക്കെ നമ്മൾ ട്രിക്ക് ഓർത്ത് വെച്ചിരുന്നു. അത് പ്രകാരം സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് കോപ്പറിനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യും, എന്നിട്ട് സിങ്ക് കയറിയിരിക്കും. കാരണം സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ CuSO4 എന്ന് പറയുന്ന സോൾട്ടിൽ നിന്ന് Cuവിനെ തള്ളി മാറ്റി സിങ്ക് അവിടെ കയറിയിരിക്കുകയും അപ്പോൾ ഒറ്റക്ക് നിൽക്കുന്ന കോപ്പർ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ സിങ്ക് എന്ന് പറയുന്ന റോഡിന്റെ സർഫസിൽ കോപ്പർ വരുമ്പോൾ ഒരു ബ്രൗണിഷ് കളർ ആ റോഡിന്റെ മുകളിൽ വരും. സോ സിങ്കിന്റെ കളർ ബിക്കം ബ്രൗണിഷ്. കാരണം കോപ്പർ വന്ന് കയറുന്നുണ്ട്. സിങ്ക് കോപ്പറിനെ ചവിട്ടി പുറത്താക്കിയില്ലേ, ഇനി കോപ്പർ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ കോപ്പർ ഒറ്റയ്ക്ക് റോഡിൽ ചെന്നിരിക്കും. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഫെയ്ഡിങ് ഓഫ് ബ്ലൂ കളർ ഓഫ് CuSO4 സൊല്യൂഷൻ? വെരി സിമ്പിൾ. എന്താ സംഭവിക്കുന്നത്? ഈ CuSO4 സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ CuSO4 സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് ഇട്ട് വെക്കുന്നതോടുകൂടി സിങ്ക് ഈ കോപ്പറിനെ മൊത്തം തള്ളി മാറ്റും. അങ്ങനെ കോപ്പർ പിന്നെ സിങ്ക് റോഡുമിൽ പോയിരിക്കുകയും കോപ്പർ സൾഫേറ്റത്തെ കോപ്പർ അയോണിന്റെ Cu2+ അയോണിന്റെ കോൺസെൻട്രേഷൻ, Cu2+ അയോണിന്റെ അളവ് കുറയുകയും ചെയ്യും. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഫെയ്ഡിങ് ഓഫ് ബ്ലൂ കളർ? ബ്ലൂ കളർ ഫെയ്ഡ് ആവാനുള്ള കാരണം സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുകയും കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ അളവ് കുറയുകയും ചെയ്യും. Ready. Next question. In a galvanic cell, Cu acts as cathode and the reaction taking place the anode is. ഒരു ഗാൽവനിക് സെല്ലിൽ കോപ്പർ ആണ് കാഥോഡ്. ഓക്കെ, കോപ്പർ കാഥോഡ് ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, കോപ്പർ കാഥോഡ് ആയിക്കോട്ടെ. ഓക്കെ, ആൻഡ് ആനോഡ് ഈസ് എന്ന് പറഞ്ഞാൽ ആനോഡത്തെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് അലുമിനിയം. ആനോഡത്തെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട് എന്താണ്? ആനോഡത്തെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട് അലുമിനിയം. ആനോഡത്തെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട് അലുമിനിയം. വെയിറ്റ്. ഓക്കെ, അപ്പം ആനോഡിലുള്ളത് അലുമിനിയമാണ്. അപ്പോൾ ആനോഡിലുള്ളത് അലുമിനിയം ആണെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ട് നമുക്ക് റിയാക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അലുമിനിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആനോഡാണ്, ഓക്സിഡേഷൻ ആണ്. സോ ചോദ്യം ഇതാണ്, വിച്ച് സോൾട്ട് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ അലോങ് വിത്ത് അലുമിനിയം ഇലക്ട്രോഡ്? അലുമിനിയം ഇലക്ട്രോഡ് മുക്കി വെച്ചില്ലേ? അലുമിനിയം ഇലക്ട്രോഡ് ഏത് സോൾട്ട് സൊല്യൂഷനിലാണ് മുക്കി വെക്കേണ്ടത്? അലുമിനിയത്തിന്റെ സോൾട്ട് സൊല്യൂഷൻ. ഏതാണ് അലുമിനിയത്തിന്റെ സോൾട്ട് സൊല്യൂഷൻ? അലുമിനിയം സൾഫേറ്റ് പറ്റും, അലുമിനിയം നൈട്രേറ്റ് പറ്റും, ഏതും പറ്റും. അപ്പോൾ അലുമിനിയം സൾഫേറ്റ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ Al2SO4 thrice. അങ്ങനെ ഫോമുല എഴുതണമെങ്കിൽ അലുമിനിയം സൾഫേറ്റ് എന്ന് എഴുതിയാൽ മതി. അലുമിനിയം സൾഫേറ്റോ അലുമിനിയം നൈട്രേറ്റോ ഏതായാലും പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് മെഗ്നീഷ്യം റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ, ചെമ്പിന് പകരം മെഗ്നീഷ്യം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. അത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കോപ്പറും അലുമിനിയം ആണ് വെക്കുന്നതെങ്കിൽ അലുമിനിയം ആനോഡിലും കോപ്പർ കാഥോഡിലുമാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ? അലുമിനിയത്തിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ. കാരണം അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. നേരെ തിരിച്ചാണ് കറന്റിന്റെ ഫ്ലോ. എന്നാൽ നിങ്ങൾ കോപ്പറിന് പകരം മഗ്നീഷ്യമാണ് എടുക്കുന്നതെങ്കിൽ മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് മഗ്നീഷ്യം ആനോഡിലും അലുമിനിയം കാഥോഡിലേക്കും. കാരണം PSG മാസിൽ എന്നുള്ള മഗ്നീഷ്യം റിയാക്ടിവിറ്റി കൂടുതലാണ്. സോ സ്വാഭാവികമായിട്ടും മഗ്നീഷ്യത്തിൽ നിന്ന് അലുമിനിയത്തിലേക്കാണ് ഇലക്ട്രോൺ പോവുക, അല്ലാണ്ട് അലുമിനിയത്തിൽ നിന്ന് മഗ്നീഷ്യത്തിലേക്കല്ല. സോ അലുമിനിയം കോപ്പറും വെച്ചാൽ അലുമിനിയത്തിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുക. മഗ്നീഷ്യം അലുമിനിയം വെച്ചാൽ മഗ്നീഷ്യത്തിൽ നിന്ന് പോവുക. ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അവിടെ നിന്നും റിയാക്ടിവിറ്റി കുറഞ്ഞിടത്തേക്കാണ് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. റെഡി? ആ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടോ. അറേഞ്ച്, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ അറേഞ്ച് CuAl ആൻഡ് Mg ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദർ റിയാക്ടിവിറ്റി. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്. ഡിക്രീസിംഗ് ഓർഡർ പറയുമ്പോൾ അടുത്ത കുറവാർക്കാണ്? അലുമിനിയത്തിനാണ്. ഏറ്റവും കുറവ് ഇക്കൂട്ടത്തിൽ ആർക്കാണ്? കോപ്പറിനാണ്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ബീക്കർ ഇൻ വിച്ച് കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്. ഇതിൽ കെമിക്കൽ ചേഞ്ച് നടക്കുന്ന ബീക്കർ ഐഡന്റിഫൈ ചെയ്യാൻ വെരി സിമ്പിൾ. ഇവിടെ കോപ്പർ സൾഫേറ്റ് ആണ്, ഇവിടെ സിങ്ക് ആണ്, ഇവിടെ ZnSO4 ആണ്, ഇവിടെ Cu ആണ്. ഇവിടെ Cuവിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്, ലോ റിയാക്ടിവിറ്റി ആണ്. ഇവിടെ സിങ്ക് ഹൈ റിയാക്റ്റീവ് ആണ്. സോ ഹൈ റിയാക്ടിവിറ്റി ഉള്ള ആള് കോപ്പറിനെ അവിടെ നിന്ന് ചവിട്ടി അവിടേക്ക് കയറും. സോ നടക്കുന്ന ബീക്കർ 1ലാണ്, റിയാക്ഷൻ നടക്കുന്നത് 1ലാണ്.
ഓക്കെ, അടുത്തത് ഗിവ് റീസൺ. റീസൺ എന്താണ്? റിയാക്ടിവിറ്റി ഓഫ് സിങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഹയർ ദാൻ കോപ്പർ. റിയാക്ടിവിറ്റി ഓർഡർ, സിങ്കിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ഒന്നിലാണല്ലോ റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റിയാക്ഷൻ എഴുതാൻ വെരി സിമ്പിൾ. സിങ്ക് എന്ന് പറയുന്നയാളുടെ റോഡ് നമ്മൾ കോപ്പർ സൾഫേറ്റിൽ ഇട്ട് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സിങ്ക് എന്ന് പറയുന്ന ആൾ കോപ്പറിന് ഒരൊറ്റ ചവിട്ടി ZnSO4 ആയിട്ട് മാറുകയും പാവം CuSO4 അവിടെ നിന്ന് ചവിട്ടി മാറ്റി പുറത്ത് Cu ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതാണ് റിയാക്ഷൻ. സിങ്ക് എന്ന് പറയുന്ന ആൾ CuSO4ലേക്ക് വന്നു, അത് ZnSO4 ആയി Cu മാറി. ഓക്കെ, അപ്പൊ അതും കിട്ടി മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, എ സാമ്പിൾ ഓഫ് CO2 ഗ്യാസ് കണ്ടെയ്ൻസ് 176 gram ഓഫ് കാർബൺ ഡയോക്സൈഡ്. നിങ്ങളുടെ കയ്യിൽ ഒരു സാമ്പിൾ ഉണ്ട്, അതിൽ 176 gram കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സാമ്പിൾ അറ്റ് STP? ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മക്കൾ ഒരു പേടിയും പേടിക്കണ്ട, സിമ്പിൾ ഐഡിയ ഉണ്ട്. നിങ്ങളോട് ഇതുമാതിരി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും 176 gram അങ്ങനെയാണ് എത്ര വോളിയം എന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾ ആകെ ആലോചിക്കേണ്ടത് ഒരു മോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഒരു മോള് സെറ്റായ അടിപൊളിയാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചല്ലേ ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വോളിയം ഉണ്ടാവുന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു മോളിന്റെ മാസ് എത്രയാണെന്ന് കണ്ടാൽ മതി. കാരണം ഇവിടെ 176 ആണ് കാണുന്നത്. സോ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എന്ന് പറയുന്നത്, ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എന്ന് പറയുന്നത് 44 ഗ്രാമാണ്. അതെന്തിനാ സാർ എടുത്തത്? സീന്റെ മാസ് 12ഉം ഓക്സിജന്റെ മാസ് 16ഉം 32 12 ആണ് 44 വരുന്നത്. അതെന്തിനാ സാർ എടുത്തതെന്ന് ചോദിച്ചാൽ STPയിലാണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു മോൾ 44 ഗ്രാമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മോളുടെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വെറും സിമ്പിൾ ആയിട്ട് ഒരു മോളിലേക്ക് ഇതിനെ കണക്ട് ചെയ്തു. സോ 44 ഗ്രാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മോൾ, അത് 22.4 ലിറ്റർ ആണ്. ഏത് ചെറിയ കുട്ടിക്ക് പറയാം, കാരണം ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ് STPയിൽ പ്രത്യേകിച്ച്. സോ 44 വരുമ്പോൾ എടുത്തത് 176 ആണെങ്കിൽ ഇവിടെ എത്ര ലിറ്റർ എന്നാണ് ചോദ്യം. സിമ്പിൾ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അഥവാ 44 ഈ ക്വസ്റ്റ്യൻ മാർക്കും ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 176 ഇൻറ്റു 22.4 ഈക്വൽ ടു 44 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 44 ഡിവൈഡ് ആയിട്ട് വരും. സോ 176 ഇൻറ്റു 22.4 ഡിവൈഡ് ബൈ 44 ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ 176നെ 44 ഡിവൈഡ് ചെയ്താൽ ഐ തിങ്ക് 4 കിട്ടും. 4 ഇൻറ്റു 22.4 ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ക്ലിയർ. ആ പോയിന്റ് ക്ലിയർ, അടിപൊളിയായിട്ട് ചെയ്തോടെ. അത്രയും ലിറ്റർ കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺഡ് ടു ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് CO2? അത് നല്ല ക്വസ്റ്റ്യനാണ്. 176 ഗ്രാം CO2 കിട്ടാൻ എത്ര കാർബൺ ബേൺ ചെയ്യണം? അതിന് നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് എന്താ അറിയണോ മക്കളെ? നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ്, കാർബൺ ഓക്സിജന്റെ കൂടെ ബേൺ ചെയ്തിട്ടാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. എന്താ ചോദ്യം? എത്ര മോൾ എന്നാണ് ചോദ്യം. ഹൗ മെനി ഗ്രാംസ് എന്നാ ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ മക്കളെ, ഇത്രേ ഉള്ളൂ. നോക്ക്, ക്വസ്റ്റ്യൻ പ്രകാരം കാർബണിന്റെ മാസ് 12 ഗ്രാമാണ്. ആ 12 ഗ്രാം കാർബൺ വെച്ചിട്ട് നിങ്ങൾക്ക് 44 ഗ്രാം CO2 കിട്ടും കേട്ടോ. നമുക്ക് അറിയുന്ന പോയിന്റ് ആയിരുന്നു. 44 ഗ്രാം CO2 ഉണ്ടാവാൻ 12 ഗ്രാം കാർബൺ ബേൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 176 ഗ്രാം ഉണ്ടാവാൻ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര കാർബൺ വേണം? സിമ്പിൾ, എഗെയിൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 176 12 ഇൻറ്റു ചെയ്തിട്ട് 44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 176 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 44. എഗെയിൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? 176 ഡിവൈഡ് ബൈ 44 ചെയ്താൽ 4 കിട്ടും. 4 ഇൻറ്റു 12 48 ഗ്രാം എന്ന് കിട്ടും. വെരി സിമ്പിൾ. ഒരു 12 ഗ്രാമിന് 44 ആണെങ്കിൽ 48 ഗ്രാമിന് 176 ഗ്രാം. സോ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ എത്ര ഗ്രാം കാർബൺ ബേൺ ചെയ്യണം? 48 ഗ്രാം. സിമ്പിൾ, ഹമ്പിൾ. ഞാൻ ചെയ്തതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്നു. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP ഈസ് ഗിവൺ ബിലോ. CH4 + 2O2 gives CO2 + 2H2O. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾ ഓഫ് ഓക്സിജൻ? സിമ്പിൾ, ഹമ്പിൾ ആൻഡ് ഹൊറിബിൾ. CH4 + 2O2 gives CO2 + 2H2O. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നാലും നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരമുള്ള ഐഡിയാസ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. എന്താ ഇക്വേഷൻ പ്രകാരമുള്ള ഐഡിയ? CH, ഇവിടെ മോളിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ? 10 മോൾസ് ഓഫ്. അപ്പോൾ മോൾ മാത്രം എടുക്കാം. 1 മോൾ CH4ഉം 2 മോൾ ഓക്സിജൻ. ഇതാണല്ലോ ഇതിന്റെ കണക്ക്.
അതുകൊണ്ടാണല്ലോ ബാലൻസിന് എങ്ങനെ ആയത് CH4 1 CH4 + 2 O2 എന്ന് വരാനുള്ള കാരണം 1 മോൾ CH4 ഉം 2 മോൾ ഓക്സിജൻ. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, എത്ര മോൾ മീഥെയിൻ വേണം, എത്ര മോൾ CH4 വേണം ടു റിയാക്ട് വിത്ത് 10 മോൾ ഓഫ് ഓക്സിജൻ? സിമ്പിൾ ഹമ്പിൾ. എഗെയിൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല? വൈ? എന്തുകൊണ്ടാണ്? കാരണം 1ന്റെ ഇരട്ടിയാണ് 2. അപ്പോൾ നിങ്ങൾ എത്ര മോൾ CH4 എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി ഓക്സിജൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10 മോൾ കിട്ടണമെങ്കിൽ ഇതിൻ്റെ പകുതി CH4 എടുത്താൽ മതി. കാരണം CH4ൻ്റെ ഇരട്ടിയാണിത്. അപ്പോൾ 5 മോൾ എടുത്താൽ മതി. സോ 1 മോളിന് 2 മോളാണെങ്കിൽ 5 മോളിന് 10 മോൾ. സോ ദ ആൻസർ ഈസ് 5 മോൾ. ഇത്രയും ചെയ്യേണ്ട ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2. CO2ൻ്റെ മാസും വോളിയവും കാൽക്കുലേറ്റ് ചെയ്യണം. If 64 gram of methane is completely burned. Very simple. Again 64 gram. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 64 gram അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് CH4 എന്ന് പറഞ്ഞാൽ 16 gram അല്ലേ? നിങ്ങൾക്ക് CH4 എന്ന് പറഞ്ഞാൽ 16 gram അല്ലേ? കൂട്ടിയാൽ കിട്ടൂലേ? കാർബൺ CH4 16 എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ CH4 16 ഗ്രാമിന് നിങ്ങൾക്ക് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. STPയിലാണെങ്കിൽ അത് എത്രയാണ് വോളിയം? 22.4 ലിറ്റർ. ഇത്രയും നമുക്ക് അറിയണമല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, CH4 64 ഗ്രാം എടുത്താൽ, CH4 16 ഗ്രാമിനോ 64 ഗ്രാം എടുത്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? എത്ര വോളിയം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? വെരി സിമ്പിൾ. 16ഉം 64ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്താൽ മതി. 64 × 44 ഡിവൈഡ് ബൈ 16. 64 × 44 ഡിവൈഡ് ബൈ 16. അഥവാ 16ഉം 64 തമ്മിലുള്ള ബന്ധം 4ആണ്. അപ്പോൾ 44ലേക്ക് 4 ഇൻറ്റു ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളിതാ 64 × 44 ഡിവൈഡഡ് ബൈ 16. ഓക്കെ. സോ 64/16 ചെയ്യുമ്പോൾ 4 കിട്ടും. സോ 4 × 44 എന്ന് കിട്ടും. 4 × 4 16 ഒന്ന് ശിഷ്ടം. 4 16 1 17 176 ഗ്രാം എന്ന് കിട്ടും. പക്ഷേ നേരത്തെ കിട്ടിയത് നേരെ തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ അത് കിട്ടി. എത്ര വോളിയം? വെരി സിമ്പിൾ. ഒരു നോക്കിയേ 16 ഗ്രാമിന് 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാമിന് എത്ര? 4 വ്യത്യാസം. അപ്പോൾ 4 × 22.4. സോ വോളിയം എന്ന് പറയുന്നത് 4 × 22.4 ലിറ്റർ. മനസ്സിലാകുന്നുണ്ട് വിശ്വസിക്കുന്നു. കുറെ ചുരുക്കിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അത് ഡീറ്റെയിൽ മീൻസ് ഡെപ്തിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ തന്നെ ചെയ്താലേ കിട്ടുന്നില്ല. വളരെ ട്രിക്ക് പരമായിട്ടാണ് പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റിവേഴ്സിബിൾ റിയാക്ഷൻ 2SO2 + O2 gives 2SO3. ഓക്കെ, ഹൗ ഡസ് ദി ഡിക്രീസ് ഇൻ പ്രഷർ അഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ? വെരി സിമ്പിൾ. 2SO2 O2 കൂടെ കൂട്ടി ഇവിടെ 2ഉം ഇവിടെ 1ഉം ടോട്ടൽ റിയാക്ടൻറ്റിൽ 3 ആളുണ്ട്. 2 SO2 ഓരോറ്റും ടോട്ടൽ 3 ആളുണ്ട് റിയാക്ടൻറ്റിൽ. പ്രൊഡക്റ്റിൽ 2 ആളേ ഉള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, പ്രഷർ കുറക്കുന്നു. സോ പ്രഷർ കുറക്കുന്നു. പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്തിനാ ശ്രമിക്കുക? നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് പോകും. അപ്പോൾ പ്രഷർ കുറക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് പോകുന്നതാണ്. നമ്പർ ഓഫ് മോൾസ് ഇവിടെയാണ് കൂടുതൽ, റിയാക്ടൻ സൈഡിലാണ് കൂടുതൽ. അപ്പോൾ ബാക്കിലോട്ട് പോകും. അപ്പോൾ ബാക്കിലോട്ട് റിയാക്ഷൻ കൂടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോർവേഡ് റിയാക്ഷൻ കുറയുമെന്നാണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നല്ലേ ചോദിച്ചത്? സോ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്. സിമ്പിൾ. ഒന്നുകൂടി, പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്കും, പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്കും. നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ഇവിടെയല്ലേ, അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, അഥവാ ഫോർവേഡ് റിയാക്ഷൻ കുറയും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അഫക്ട് ദ ഡീകമ്പോസിഷൻ ഓഫ് SO3? SO3 ഡീകമ്പോസ് ചെയ്യാണല്ലോ. SO3 ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയാം? തിരിച്ച് റിയാക്ഷൻ നടക്കുക. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. അങ്ങനെയൊക്കെ നിങ്ങളെ സംഭവം അതിലൊക്കെ ഉണ്ട്. ഡീകമ്പോസിഷൻ ഓഫ് SO3 എങ്ങനെ അഫക്ട് ചെയ്യുന്നത്? SO3 ഡീകമ്പോസ് ചെയ്യുന്ന തിരിച്ചുള്ള റിയാക്ഷൻ. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെ അഫക്ട് ചെയ്യുന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചു. ഡീകമ്പോസിഷൻ ഓഫ് SO3 അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെ അഫക്ട് ചെയ്യും? കാരണം SO3 ഇതിപ്പോൾ SO3 ഉണ്ടാവുകയല്ലേ ചെയ്ത്, SO3 ഡീകമ്പോസ് ചെയ്യാണല്ലോ ബാക്കിലോട്ട് നടക്കും. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെ അഫക്ട് ചെയ്യും? വെരി സിമ്പിൾ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന ചോദ്യം, അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. നോക്കിയേ, ഇവിടെ പുറത്ത് ഹീറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഹീറ്റ് വന്നു എന്ന് പറഞ്ഞതിനർത്ഥം ആ റിയാക്ഷനിൽ ഹീറ്റ് പുറത്തേക്ക് വന്നു. അപ്പോൾ അഥവാ അതിന് ഹീറ്റിന് ഇഷ്ടമല്ല. സോ ഈ റിയാക്ഷൻ മുന്നോട്ട് പോകാൻ അധികവും നല്ല ഹീറ്റ് ടെമ്പറേച്ചർ കുറക്കലാണ്. സോ ടെമ്പറേച്ചർ കുറച്ചാൽ ഈ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും.
ടെമ്പറേച്ചർ കുറച്ചാൽ, കാരണം ഈ സിസ്റ്റത്തിന് ടെമ്പറേച്ചർ ഇഷ്ടമല്ല, കാരണം ഉണ്ടാകുന്ന ഹീറ്റൊക്കെ പുറത്ത് കളയാണ് എന്നുള്ള ട്രിക്ക് വെച്ച് ആലോചിക്കുക. ടെമ്പറേച്ചർ കുറച്ചാൽ ഹീറ്റ് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ. ടെമ്പറേച്ചർ കുറക്കുന്നതിനാണ് ഈ റിയാക്ഷന് ടെമ്പറേച്ചർ ഇഷ്ടമല്ല. കാരണം പ്ലസ് ഹീറ്റ് എന്ന് കഴിഞ്ഞാൽ അർത്ഥം എന്താ, പുറത്തേക്ക് ചൂട് വന്നു, അത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തേക്ക് വിടണം. അപ്പം നമ്മൾ ചൂടിന് എക്സ്ട്രാ ഇടങ്ങേറായി കൊടുക്കണ്ട, ചൂട് കുറച്ചാൽ മതി. ചൂട് കുറക്കുന്ന റിയാക്ഷൻ. അപ്പം ഫോർവേഡ് റിയാക്ഷൻ കൂടും. പക്ഷെ ചോദ്യം ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നല്ലേ, ബാക്ക്വേർഡ് റിയാക്ഷൻ കുറയും. ടെമ്പറേച്ചർ കുറച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കുറയും. ഓക്കെ, റെഡി? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ആ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് സെറ്റ് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത്, ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് ഒറ്റയടിക്ക് പറയുന്നത്, ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് ഒറ്റയടിക്ക് പറയുന്നത്. എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ നോക്കണം. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറക്കുക, എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈസ് എ ബേസിക് സോൾട്ട്. അനലൈസ് ദി ഡാറ്റ റിഗാർഡിംഗ് ദി ആസിഡ് ആൻഡ് ബേസ് ഫ്രം വിച്ച് എക്സ് ഈസ് ഫോംഡ്. എക്സ് ഒരു ബേസിക് സോൾട്ട് ആണ്. ഓക്കെ, അനലൈസ് ദ ഡാറ്റ റിഗാർഡിംഗ് ദി ആസിഡ് ആൻഡ് ബേസ്. അപ്പോൾ ബേസിക് സോൾട്ട് ആയതുകൊണ്ട് ഒരു സോൾട്ട് എവിടെ ഉണ്ടാവുക, ആസിഡും ബേസും എന്നാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടായ ആസിഡും ബേസും ഏതാണെന്ന് പറഞ്ഞു വേണ്ടി നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നിട്ടു. ഒന്നാമത്തെ ക്ലൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഈ ആസിഡ് ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടാൽ കിട്ടുന്ന ആസിഡ് കാർബോണിക് ആസിഡ് ആണ്, H2CO3 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലൂ കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡിനെ H2O CO2 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെരി സിമ്പിൾ ആയിട്ട് കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡിനെ H2Oയിലേക്ക് ഇട്ടാൽ നേരെ കൂട്ടിയാൽ പോലെ H2CO3, കാർബോണിക് ആസിഡ്. ഓക്കെ, the base is formed by chloralkali process. Chloralkali process ഉണ്ടാകുന്ന ബേസ് ഏതാ, NaOH. Identify the salt X and write its chemical formula. എക്സ് എന്താണ് അതിന്റെ കെമിക്കൽ ഫോർമുല? വെരി സിമ്പിൾ. ആസിഡായ H2CO3യും ബേസായ NaOH കൂടെ കൂടി ചേരുന്നു. അങ്ങനെ NaOH OHും H2CO3 Hും കൂടെ പോയി കഴിഞ്ഞാൽ H2CO3 2 H ഉള്ളത് കൊണ്ട് ഇവിടെ 2 NaOH എടുക്കും. അങ്ങനെ 2 OHും 2 Hും കൂടെ പോയി 2 H2O പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് NaCO3 അഥവാ Na2CO3. Na2CO3 ഇതിന്റെ ആൻസർ. സോഡിയം കാർബൺ. അതിന്റെ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്, സോഡിയം കാർബൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി ഹൈഡ്രോലിസിസ് ഓഫ് ദി സോൾട്ട് എക്സ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ സോൾട്ട് ഇല്ലേ Na2CO3, നല്ല ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അതിന്റെ ഹൈഡ്രോലിസിന്റെ ഇക്വേഷൻ. അപ്പൊ ഹൈഡ്രോലിസിസ് ആണ് H2O ചേർക്കണം. അപ്പൊ എന്താ, ഒരു സോൾട്ടിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആസിഡും ബേസ് ഉണ്ടാവും. എന്താ ഇവിടുന്ന് ഉണ്ടാവുന്ന ആസിഡ്, NaOH കിട്ടി. എന്താ ഇവിടുത്തെ ആസിഡ്, H2CO3 കിട്ടി. തൊട്ട് മുന്നിൽ എയും ബിയും ഒക്കെ എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബി ചോദിച്ചു. നേരെ നമ്മൾ പറഞ്ഞ ആസിഡും ബേസും ചെന്നാൽ സോൾട്ട് കിട്ടും. ആ സോൾട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ സോൾട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആസിഡും ബേസും കിട്ടും. NaOH H2CO3 ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ Na2 അല്ലെ, അപ്പോൾ 2 NaOH കൊടുത്താൽ ആൻസർ. അതാണ് 2 NaOHും 1 H2CO3യും സാറ് പറഞ്ഞത്. സെറ്റ് അല്ലേ? അപ്പം അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊന്ന് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് ചെയ്താലാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചോളുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.